ഇസ്രായേലിൽ എയർ റെയ്ഡ് സൈറനുകൾ നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെങ്ങുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന്റെ തുടക്കമാണോ? എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിക്കുന്നത്? പെട്ടെന്നുള്ള ഈയൊരു സൈനിക നീക്കത്തിന് പിന്നിലെ കാരണം എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ ഓരോ വശങ്ങളായിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന സ്ഫോടനാത്മകമായ സാഹചര്യം ഇതൊറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല കേട്ടോ. ഇതിന്റെ വേരുകൾ പോകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയുടെയും അവിശ്വാസത്തിന്റെയും ചരിത്രത്തിലേക്കാണ്. ഇതിന്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് 1953 CIA പിന്തുണയോടെ നടന്ന അട്ടിമറിയിൽ നിന്നാണ്. പിന്നീട് 1979 ഇറാനിയൻ വിപ്ലവത്തോടെ അമേരിക്കയുമായുള്ള ബന്ധം ഏകദേശം പൂർണ്ണമായി ഇല്ലാതായി. പിന്നെ അടുത്ത കാലത്ത് നടന്ന ആണവ ചർച്ചകളിലെ പരാജയങ്ങളും ചെറിയ ഏറ്റുമുട്ടലുകളുമൊക്കെ ഈ അവിശ്വാസം കൂട്ടുകയല്ലാതെ കുറച്ചില്ല. ഈ ഓരോ സംഭവങ്ങളും ഇന്നത്തെ ഈ വലിയ സംഘർഷത്തിന് കാരണമായി എന്നു പറയാം. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെയെല്ലാം കാതലെന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഇറാന്റെ ആണവ പദ്ധതി. ഇസ്രയേൽ ഇതിനെ അവരുടെ നിലനിൽപ്പിന് തന്നെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. 2 ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി. 3 ഇറാൻ മേഖലയിൽ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾ. പിന്നെ 4ാമതായി ആരും അത്ര തുറന്നു പറയാത്ത ഇസ്രയേലിന്റെ കൈവശമുള്ള ആണവായുധങ്ങൾ. ഈ 4 കാര്യങ്ങളും ചേർന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണം തുടങ്ങുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതുവരെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും ഔദ്യോഗിക പ്രസ്താവനകളും വെച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് വിലയിരുത്താം. കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു ശരിക്കും. രാവിലെ 9:27 ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 10 മണിയോടെ ഇസ്രായേൽ ആക്രമണം പ്രഖ്യാപിച്ചു. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയും ഇതൊരു സംയുക്ത ഓപ്പറേഷനാണെന്ന് സ്ഥിരീകരിച്ചു. എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത പോലെ. ഈ ആക്രമണം വെറും തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം ഒതുങ്ങിയില്ല. കെർമാൻഷാ, ക്വാം, ഇസ്ഫഹാൻ പോലെ ഇറാന്റെ പല പ്രധാന നഗരങ്ങളിലും ആക്രമണം നടന്നു. ഇതിൽ പലതും അവരുടെ സൈനിക ആണവ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊരു ചെറിയ ആക്രമണമല്ല, മറിച്ച് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെ തകർക്കാനുള്ള വലിയൊരു ഓപ്പറേഷനാണ് എന്നിതിൽ നിന്ന് വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ കേൾക്കൂ. ഞങ്ങൾ വലിയ പോരാട്ടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇത് വളരെ വലുതും തുടരുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ്. ഇതൊരു ചെറിയ ഏറ്റുമുട്ടലിൽ ഒതുങ്ങില്ല. ഇതൊരു വലിയ നീണ്ടുനിൽക്കുന്ന സൈനിക നടപടിയുടെ തുടക്കമാണ് എന്നർത്ഥം. അപ്പോൾ എന്താണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ? വൈറ്റ് ഹൗസ് പറയുന്നത് 4 കാര്യങ്ങളാണ്. 1 ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കുക. 2 അവരുടെ നാവികസേനയെ ലക്ഷ്യം വയ്ക്കുക. 3 ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളെ തടയുക. പിന്നെ ഏറ്റവും പ്രധാനമായി ഇറാൻ ഒരു ആണവായുധം നേടുന്നില്ല എന്നുറപ്പാക്കുക. അതായത് ഇതൊരു ഒറ്റപ്പെട്ട ആക്രമണമല്ല, ഇറാന്റെ സൈനിക ശക്തിയെ മൊത്തത്തിൽ തകർക്കാനുള്ളൊരു നീക്കമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. എന്തുകൊണ്ടിത്? എന്തുകൊണ്ടിപ്പോൾ? വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഈയൊരു സമയത്ത് എങ്ങനെയാണ് ഇത്ര വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്? ഇതിനു പിന്നിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തെ സാധ്യത ആണവ ഭീഷണി തന്നെ. സ്ഥിരീകരിച്ചൊരു കാര്യമുണ്ട്. ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വിശകലനം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിന് തൊട്ടുമുമ്പായി ആ ശേഷി തകർക്കാനുള്ളൊരു മുൻകൂർ ആക്രമണമാകാമിത്. രണ്ടാമത്തെ ഒരു കാരണം നയതന്ത്ര നീക്കങ്ങളെ തകർക്കുക എന്നതാവാം. ഇതിലെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ആക്രമണത്തിന്റെ സമയം തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ജനീവയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു, ഒമാന്റെ മധ്യസ്ഥതയിൽ. അതിൽ പുരോഗതിയുണ്ടെന്ന് വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം. അപ്പോൾ ഒരു സമാധാന കരാർ ഉണ്ടാകുന്നത് തടയാനായിരുന്നോ ഈ നീക്കം എന്നൊരു സംശയം സ്വാഭാവികമായും വരും. ഇനി മൂന്നാമത്തൊരു സാധ്യത ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലാണ്. ട്രംപ് ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞതെന്താണെന്നറിയോ? ഞങ്ങളുടെ പണി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സർക്കാർ ഏറ്റെടുക്കണം. ഇതൊരു സാധാരണ പ്രസ്താവനയായി കാണാൻ കഴിയില്ല. ഇറാനിലെ നിലവിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി ഒരു ഭരണമാറ്റത്തിന് വഴിയൊരുക്കുക എന്നതാണോ ഈ ഓപ്പറേഷന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന സംശയം ഇത് ബലപ്പെടുത്തുന്നു. ഇത്രയും വലിയൊരു ആക്രമണമുണ്ടായാൽ തിരിച്ചടി ഉറപ്പല്ലേ? ഇറാൻ ഒട്ടും കാത്തുനിന്നില്ല. അവരുടെ പ്രതികാരം വളരെ വേഗത്തിലായിരുന്നു. ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ മേധാവി പറഞ്ഞത് കേൾക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ്. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയ ഈ വഴി, ഇതിന്റെ അവസാനം ഇനി നിങ്ങളുടെ കയ്യിലായിരിക്കില്ല. ഇതൊരു വെറും ഭീഷണിയല്ല, കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇറാന്റെ പ്രതികാരം എങ്ങനെയുണ്ടായിരുന്നു?
വടക്കൻ ഇസ്രായേലിലേക്ക് അവർ മിസൈലുകൾ അയച്ചു. പക്ഷെ അതവിടെ നിന്നില്ല. ഖത്തറിലെ അൽ ഉദയ്ദ്, കുവൈത്തിലെ അൽ സേലം, UAE-യിലെ അൽ ദഫ്ര, ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ആസ്ഥാനം, മിഡിൽ ഈസ്റ്റിലെ പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയെല്ലാം അവർ ലക്ഷ്യം വെച്ചു. സൗദിയിലെ റിയാദിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞങ്ങൾക്ക് എവിടെയും തിരിച്ചടിക്കാൻ കഴിയുമെന്ന വ്യക്തമായൊരു സന്ദേശമായിരുന്നു അത്. ഈ മേഖല എങ്ങനെ ആളിക്കത്തുമ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമുക്ക് പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ നോക്കാം. ലോകത്തിന്റെ പ്രതികരണങ്ങളിൽ ഒരു ഭിന്നത കാണാം. ഒമാൻ പറയുന്നു അമേരിക്ക ഇതിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുതെന്ന്. യൂറോപ്യൻ യൂണിയൻ ഈ അവസ്ഥയെ അപകടകരം എന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യയാവട്ടെ അമേരിക്ക ചർച്ചകളെ ഒരു മറയായി ഉപയോഗിച്ചു എന്ന് കുറ്റപ്പെടുത്തി. അതേസമയം കാനഡ, UK പോലുള്ള രാജ്യങ്ങൾ ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയുന്നതിനെ പിന്തുണച്ചു. ചുരുക്കത്തിൽ ലോകം രണ്ടായി തിരിഞ്ഞൊരവസ്ഥ. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതൊരു പരിമിതമായ തിരിച്ചടിയിൽ ഒതുങ്ങുമോ, അതോ മിഡിൽ ഈസ്റ്റിനെ മുഴുവനായി വിഴുങ്ങാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ ഇത്? അടുത്തതെന്തായിരിക്കും? സംഘർഷം ഇനിയും മൂർച്ഛിക്കുമോ, അതോ രഹസ്യമായ ചർച്ചകൾ നടക്കുമോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.